രാധികയ്ക്ക് നീതി കിട്ടണം. വർഷങ്ങൾ ഇത്രയായിട്ടും രാധികയുടെ മരണത്തിന് പുറകിൽ ആരാണ്, അതിൻ്റെ പുറകിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് അന്വേഷിക്കാൻ ആരും തയ്യാറായിട്ടില്ല. രാധിക കല്യാണത്തിൻ്റെ തലേന്ന് വീട്ടിൽ വെന്തു മരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് വേണ്ട നീതി ഇതുവരേക്കും കിട്ടിയിട്ടില്ല. ശിവദാസനാണോ, അയാളുടെ ഫാമിലിയാണോ, ആരാണോ രാധികയെ കൊന്നതെന്ന് ഇതുവരേക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഒരു ആക്സിഡൻ്റലി സംഭവിച്ചൊരു സംഭവമല്ലെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അന്ന് രാത്രി അത്രയും ബഹളങ്ങൾക്കിടയിൽ ആ പെൺകുട്ടിയെ, ഉയരമില്ലാത്ത ആ പെൺകുട്ടിയെ അത്രയും പൊക്കത്തിലുള്ള മണ്ണെണ്ണ എടുക്കാൻ വിട്ടതാരാണ്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ തന്നെ രാധികയുടെ മരണത്തിന് ഉത്തരവാദികളെയും കിട്ടും. രാധികയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാനും പറ്റും. ഈ മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം അത് മണ്ണെണ്ണ തന്നെയാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം മണ്ണെണ്ണ ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്, പക്ഷേ ഇതൊരു ലാവൻഡർ കളറിലായിരുന്നു. അതായത് പെട്രോളും ഡീസലും മിക്സ് ചെയ്തതാണോ എന്നുവരെ സംശയമുണ്ട്. പെട്ടെന്ന് തീ പടർന്ന് പിടിച്ചിട്ടാണ് രാധിക കത്തി മരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറകിൽ ആരാണുള്ളതെന്ന് വർഷങ്ങൾ ഇത്രയായിട്ടും രാധികയ്ക്കൊരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. രാധികയ്ക്കൊരു ജസ്റ്റിസ് വേണം. രാമൻകുട്ടിയോ അച്ചുവോ ആരാണെന്നതിന് പുറകിലെന്ന് എനിക്കറിയില്ല. പക്ഷെ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. അതേ നിയമം നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അവർക്കെതിരെ നടപടികൾ എടുത്തേ നടക്കുകയുള്ളൂ.